ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പാനിപൂരിയാണ്. അപ്പോൾ പാനിപൂരിന്റെ പൂരി ഇതാ നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഇത് പൊരിക്കാണ്ട് അപ്പോൾ നമുക്ക് അതിക്ക് വേണ്ട പാനി ശരിയാക്കാം. പുതിനയില, മല്ലിയില, ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി. ഇത് നമുക്ക് നരച്ചെടുക്കണം. നമ്മൾ പാനിപൂരിക്കുള്ള പുളിവെള്ളം ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് ജീരകടയാണ്. ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ പുളിവെള്ളം ആയി ഒഴിക്കണം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര, ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ഇത്തിരി കുരുമുളക് പൊടി ഇടും. ഇനി നമുക്ക് അതിലോട്ടുള്ള മസാല റെഡിയാക്കാം. ഉരുളങ്കിഴങ്ങ് ഉപ്പിട്ട് കണ്ട് പൊരിഞ്ഞതാണിത്. ഒരു ഉള്ളി ചെറുതായി വെട്ടിയത്, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില. നമുക്കൊന്ന് മിക്സാക്കി അര സ്പൂണ് ചാട്ട് മസാല അതിലിട്ടാണ്ട് മിക്സ് ചെയ്യും. ഇത് മല്ലിയിലയും പുതിനയിലയും ഒക്കെ അരച്ചെടുത്താണ്. അതിക്ക് ഒരു അര സ്പൂണ് ചാട്ട് മസാല ഇട്ടുകൊണ്ട് മിക്സ് ചെയ്യും. അതിലോട്ടുള്ള പൂരി പൊരിക്കാൻ പോകണേ. ഇതാ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചതാണ്. ഇവിടെ അടുത്തുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റും കിട്ടും. ഇവിടെ എണ്ണയ്ക്ക് ഇട്ടാൽ അതൊന്ന് പൊങ്ങിയായിട്ട് വരും. പൂരി റെഡി ആയിരിക്കുന്നേ. നമ്മളിതിനൊരു പൊട്ടിക്കാം. ഇതിലോട്ട് കുറച്ച് ഈ മസാല ഇത് നമ്മളെ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. ഈ പുറത്തുനിന്ന് മേടിച്ച് തിന്നതിനായിട്ട് നല്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. പുളിയും ശർക്കരയും കൊണ്ടുള്ള വെള്ളം കുറിച്ച് ഒഴിച്ചത്. ആ മല്ലിയിലയും പുതിനയും അരച്ചതാണ്. നമ്മൾ ദഹി പൂരി ഉണ്ടാക്കിയാണ്. ഇത് തൈര് കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്തിട്ട് തൈര് റെഡിയാക്കി കുറച്ച് മസാല അതിലോട്ട് കുറച്ച് തൈര് പുളിവെള്ളം ഒഴിക്കാം. കുറച്ച്